നമസ്കാരം. കേതൻ അഗർവാളിന്റെ കൊലപാതകത്തെ ന്യായീകരിച്ചും കൊല്ലപ്പെട്ട കേതനെ പരിഹസിച്ചും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട വനിതാ ദന്ത ഡോക്ടർക്ക് 8ന്റെ പണി. ഡോക്ടറെ 5 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ഓൾ ഇന്ത്യ ഡെന്റൽ സ്റ്റുഡൻസ് ആൻഡ് സർജൻസ് അസോസിയേഷൻ മധ്യപ്രദേശ് ട്രഷററായ ഡോക്ടർ മസ്കൻ സോണിയാണ് നടപടിക്ക് വിധേയമായത്. സംഘടനയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. മസ്കൻ സോണിയുടെ പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന് സംഘടനയുടെ ദേശീയ നേതൃത്വം വ്യക്തമാക്കി. സംഘടനയിലേക്ക് പ്രവർത്തിക്കാൻ മാത്രമല്ല, ഈ കാലയളവിൽ ഏതെങ്കിലും തസ്തികകളിലേക്ക് സോണിക്ക് ജോലിക്കായി അപേക്ഷിക്കാനും കഴിയില്ല. ഞാൻ പുരുഷന്മാരെ വെറുക്കുന്നു എന്ന ഹാഷ്ടാഗോടെയാണ് കേതന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വീഡിയോ സോണി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചത്. ഇത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി. വീഡിയോ കണ്ട ഭൂരിഭാഗവും സോണിക്കെതിരെ രംഗത്ത് വന്നു. സംഭവം ചർച്ചയായതോടെ സോണി സ്റ്റോറി പിൻവലിച്ച് ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും പ്രതിഷേധം ശമിപ്പിക്കാൻ കാരണമായില്ല. ഓൾ ഇന്ത്യ ഡെന്റൽ സ്റ്റുഡൻസ് ആൻഡ് സർജൻ അസോസിയേഷന്റെ മധ്യപ്രദേശ് ഘടകം ട്രഷററായിരുന്നു ഡോക്ടർ മുസ്കാൻ സോണി. കഴിഞ്ഞ ജൂൺ 18-നാണ് മഹാരാഷ്ട്രയിലെ ലോഹ്ഗഡ് കോട്ടയിൽ വെച്ച് കേതൻ അഗർവാൾ കൊല്ലപ്പെടുന്നത്. കേതന്റെ പ്രതിശ്രുത വധു സിയ ഗോയലും കാമുകൻ ചേതൻ ചൗധരിയും ചേർന്ന് യുവാവിനെ മലയിടുക്കിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഈ കൊലപാതക വാർത്തയ്ക്ക് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ കടുത്ത പുരുഷ വിദ്വേഷം പരത്തുന്ന പരാമർശങ്ങളുമായി ഈ ഡോക്ടർ രംഗത്തെത്തിയത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് കേതന്റെ ശാരീരിക പ്രത്യേകതകളെ പോലും പരിഹസിച്ചുകൊണ്ട് ഇവർ സംസാരിച്ചത്. ആ മനുഷ്യന് തലയിൽ മുടിയില്ലായിരുന്നു. അങ്ങനെയുള്ള പുരുഷന്മാർ മരിക്കണം. ഐ ഹേറ്റ് മാൻ, അഥവാ ഞാൻ പുരുഷന്മാരെ വെറുക്കുന്നു. 2 പുരുഷന്മാർ മരിച്ചു. അതോടെ ആൺവർഗം ഒന്നടങ്കം ഭയന്നിരിക്കുകയാണ് എന്നായിരുന്നു ഡോക്ടർ മുസ്കാൻ സോണി ആ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോ പുറത്തു വന്നതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത്. ഒരു മെഡിക്കൽ പ്രൊഫഷണലിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലാത്ത കടുത്ത വിദ്വേഷ പരാമർശമാണ് ഇതെന്നും കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ് ഇവരെന്നും ചൂണ്ടിക്കാട്ടി നിരവധി പേർ രംഗത്തെത്തി. പ്രതിഷേധം ശക്തമായതോടെ അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ദിവാകർ മുദൌദിയ നേരിട്ട് സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. സംഘടനയുടെ ഭരണഘടനയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും നിരക്കാത്ത കടുത്ത അച്ചടക്ക ലംഘനമാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് AIDSA വ്യക്തമാക്കി. സസ്പെൻഷൻ കാലാവധിയിൽ സംഘടനയുടെ യാതൊരുവിധ ഔദ്യോഗിക പദവി വഹിക്കാനോ മീറ്റിംഗുകളിലും പരിപാടികളിലും പങ്കെടുക്കാനോ ഇവർക്ക് അനുമതിയുണ്ടായിരിക്കില്ല. വിവാദമായതിനെ തുടർന്ന് ഡോക്ടർ മുസ്കാൻ സോണി ഇൻസ്റ്റഗ്രാമിൽ മാപ്പപേക്ഷയുമായി മറ്റൊരു വീഡിയോ പങ്കുവച്ചു. ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയത്തെ തമാശയാക്കാൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും വാക്കുകളിൽ സംഭവിച്ച തെറ്റിന് ക്ഷമ ചോദിക്കുന്നുവെന്നും അവർ പറഞ്ഞു. താൻ ലിംഗവിവേചനം കാണിക്കാറില്ലെന്നും എന്നാൽ തൻ്റെ ജീവിതത്തിലുണ്ടായ ചില വ്യക്തിപരമായ അനുഭവങ്ങൾ കാരണമാണ് ഐ ഹേറ്റ് മെൻ എന്ന ഹാഷ്ടാഗ് സ്ഥിരമായി ഉപയോഗിച്ചിരുന്നതെന്നും അവർ ന്യായീകരിച്ചു. സൈബർ ഇടങ്ങളിൽ തനിക്കെതിരെ കടുത്ത ഭാഷയിലുള്ള അധിക്ഷേപങ്ങൾ നടക്കുകയാണെന്നും അത് നിർത്തണമെന്നും അവർ അഭ്യർത്ഥിച്ചു. എന്നാൽ ഡോക്ടറുടെ മാപ്പപേക്ഷ തള്ളിയ അസോസിയേഷൻ സസ്പെൻഷൻ നടപടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പ്രതിശ്രുത വധുവായ സിയ ഗോയലും കാമുകൻ ചേതൻ ചൗധരിയും ചേർന്നാണ് പൂനെയിലെ വ്യവസായിയായ കേതൻ അഗർവാളിനെ കൊലപ്പെടുത്തിയത്. മലമുകളിൽ നിന്ന് കേതനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ശേഷം അപകടമാണെന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിച്ചത്. എന്നാൽ കുടുംബം സംശയം പ്രകടിപ്പിച്ചതോടെ അന്വേഷണം നടത്തി പോലീസ് സംഭവം കൊലപാതകമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതോടെ സിയയും കാമുകനും അറസ്റ്റിലാവുകയായിരുന്നു. സിയയുടെ കാമുകനും മുഖ്യപ്രതിയുമായ ചേതൻ ചൗധരിയെ പോലീസ് വീണ്ടും തെളിവെടുപ്പിനായി കൊലപാതകം നടന്ന പൂനെ ലോഹ്ഗഡ് കോട്ടയിൽ എത്തിച്ചു. ഇത് 2ാം തവണയാണ് ചേതനെ പോലീസ് ഈ മലമുകളിൽ എത്തിക്കുന്നത്. കേതനെ മലമുകളിൽ നിന്ന് തള്ളിയിട്ട കൃത്യമായ സ്ഥലത്ത് വെച്ച് കുറ്റകൃത്യം വീണ്ടും പുനരാവിഷ്കരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പിടിക്കപ്പെടാതെ എങ്ങനെ കൊലപാതകം നടത്താം, മൊബൈൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യപ്പെടാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ച് പ്രതി സിയ കഴിഞ്ഞ 6 മാസത്തിലേറെയായി ഗൂഗിൾ, ChatGPT, യൂട്യൂബ്, ഡാർക്ക് വെബ് എന്നിവയിലൂടെ തിരഞ്ഞിരുന്നു. കൊലപാതകത്തിന് മുൻപ് സിയ ചില നിയമവിദഗ്ധരുമായി സംസാരിച്ചതായും സൂചനയുണ്ട്. പിടിക്കപ്പെടാതിരിക്കാൻ കഴിഞ്ഞ 3 മാസത്തെ ചാറ്റുകളും വോയിസ് നോട്ടുകളും സിയയും ചേതനും ഫോണുകളിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരുന്നു. എന്നാൽ ഫോറൻസിക് വിദഗ്ധർ ഇവ പൂർണ്ണമായും വീണ്ടെടുത്തതോടെ കേസിൽ അവ നിർണായക തെളിവുകളായി. കൊലപാതകം നടക്കുന്നതിന്റെ കൃത്യം 34 മിനിറ്റ് മുമ്പ് സിയ തന്റെ കാമുകനായ ചേതനെ ഫോണിൽ വിളിച്ചിരുന്നു. കൊലപാതകത്തിന് ശേഷം പ്രതികളായ സിയയും ചേതനും രക്ഷപ്പെടാൻ ഉപയോഗിച്ച ആഡംബര കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പ്രതികളെ ജൂലൈ 3 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്.